റിപ്പോർട്ടർ ലൈവാത്തോൺ ഇമ്പാക്റ്റ് ആയിരിക്കുന്നു. ഇടുക്കിയിൽ നൃത്താധ്യാപകൻ ജഡ്ജസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. ഇടുക്കി ഡിവൈഎസ്പിക്ക് SP TK വിഷ്ണു പ്രദീപ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. ഇടുക്കി കഞ്ഞിക്കുഴി CIക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ SP കൈമാറും. റിപ്പോർട്ടർ ഇമ്പാക്റ്റ് വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, കലോത്സവ കച്ചവടം നമ്മൾ ലൈവാത്തോൺ ചെയ്തതിനു ശേഷം നിരവധി പ്രേക്ഷകരാണ് മെസ്സേജുകൾ വഴിയും മെയിൽ വഴിയും ഫോൺ വഴിയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ മക്കൾക്കുണ്ടായിരിക്കുന്ന ദുരനുഭവങ്ങൾ അവർ നമ്മളോട് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. വലിയ രീതിയിൽ മാഫിയ സംഘങ്ങളുണ്ട്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാന തലത്തിലല്ല ഈ കളികൾ അരങ്ങേറുന്നത്. സംസ്ഥാന തലത്തിൽ എത്താൻ വേണ്ടി സബ് ജില്ലാ തലങ്ങളിലാണ് ഈ കച്ചവട മാഫിയ സംഘം പിടിമുറുക്കുന്നത്. ആ കച്ചവട മാഫിയ സംഘത്തിൽ നിന്ന് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുക അത്ര എളുപ്പമല്ല. എന്തായാലും നമ്മൾ നടത്തിയ ലൈവാത്തോൺ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിനൊരു ഇമ്പാക്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. ആദ്യത്തെ ഇമ്പാക്റ്റ് കൊച്ചിയിൽ ശിശുക്ഷേമ സമിതിയുടെ ഇടപെടലായിരുന്നു. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഇതൊരു കേസായി മാറുന്നു എന്നാണ് ഞങ്ങൾ ഇടുക്കി റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്. സന്ദീപ് രാജാക്കാട്, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം ചോദിക്കട്ടെ, ഇടുക്കിയിൽ എങ്ങനെയുണ്ട് ഇന്നത്തെ തണുപ്പൊക്കെ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇടുക്കിയിൽ രാവിലെ നല്ല തണുപ്പാണ്, നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ഈ ഡിസംബറിന്റെ ഒരു മഞ്ഞുകാലത്തിന്റെ തുടക്കമൊക്കെ ഇങ്ങനെ നല്ല രസകരമായി തന്നെ മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ അതിനുശേഷം നല്ല ചൂടാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഡിസംബറിന്റെ മഞ്ഞെന്ന് പറയുമ്പോൾ ഈ മൈനസിലേക്കൊന്നും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്തരത്തിലാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് വാർത്തയിലേക്ക് എത്തിയാൽ, നമ്മുടെ ലൈവാത്തോൺ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാണ് അറിയുന്നത്. പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടു അല്ലേ സന്ദീപ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് നമ്മൾ വാർത്തയാക്കിയതിനു ശേഷം നിരവധി ആളുകളാണ് പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരുന്നത്. ഈ ജില്ലാ കലോത്സവം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കുറച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം പരാതി പോലീസിനും നൽകിയിരുന്നു. എന്നാൽ അതിന് കാര്യമായ ഒരു അന്വേഷണമോ ഇല്ലെങ്കിൽ തുടർ നടപടികളോ ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ അതിന്റെ അന്വേഷണം നടത്തേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണെന്ന നിലപാടൊക്കെ ആയിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇടുക്കി SP വിഷ്ണു TK പ്രദീപ് ഡിവൈഎസ്പിക്ക് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകുന്നത്. തുടർന്നാണ് ഇടുക്കി ഡിവൈഎസ്പി ഈ കഞ്ഞിക്കുഴി CIനെ ഈ കേസ് അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയും തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്നലെ ഈ പറയപ്പെടുന്ന ഈ അധ്യാപകരുടെയും പരാതിക്കാരായിട്ടുള്ള ആളുകളുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ ഒരൊറ്റ കാരണമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. പരാതിയിൽ ഇല്ലെങ്കിൽ മൊഴിയിൽ ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്നത് കുമാർ എന്ന നൃത്ത അധ്യാപകന്റെ ഇടപെടലുകൾ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. അതൊരു മാഫിയ സംഘം കണക്കെ സംസ്ഥാനത്തുടനീളം ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് മൊഴിയിലടക്കം പറഞ്ഞിരിക്കുന്നത്. കുട്ടികളടക്കം ഇയാൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു പ്രാഥമിക അന്വേഷണം പൂർത്തീകരിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ ഇടുക്കി SPക്ക് നൽകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഈ ഒരു ഇതിൽ കുട്ടികൾക്ക് A ഗ്രേഡ്, ഫസ്റ്റ് A ഗ്രേഡ് ഇല്ലെങ്കിൽ സെക്കൻഡ് A ഗ്രേഡ് ഇങ്ങനെ മാർക്ക് നൽകി വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ അത്തരം വിജയിപ്പിക്കലുകൾക്ക് പിന്നിൽ വലിയ സാമ്പത്തിക ഉദ്ദേശമുണ്ട്. അത്തരം അഴിമതികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതും ഈ സംസ്ഥാന കലോത്സവത്തിൽ വരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ അധ്യാപകർ ഇല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ഈ ഒരു സർക്കാർ സംവിധാനം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇല്ലെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെ ഇടപെടൽ പോലും ഇല്ലാതെ ഇത്തരത്തിൽ നൃത്ത അധ്യാപകരെ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ നിയമിച്ചുകൊണ്ട് ഈ ജഡ്ജ്മെന്റ് നടത്തുക എന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള അന്വേഷണം ഉണ്ടാകണം. ഈ കുമാർ എന്ന് പറയുന്ന അധ്യാപകനെതിരെ ഇല്ലെങ്കിൽ അയാളെ വിലക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നൃത്ത അധ്യാപകരുടെ സംഘടന തന്നെ ഇയാൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം വലിയ ഇടപെടലാണ് ഇയാൾ ഈ ഒരു കാര്യത്തിൽ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൂരിപക്ഷം വരുന്ന നൃത്ത അധ്യാപകരും ഇയാളുടെ ഇടപെടൽ നമ്മുടെ റിപ്പോർട്ടിലൂടെ എല്ലാവർക്കും മനസ്സിലായത് അത്രമേലുള്ള സ്വാധീനമാണ് പല വിധികർത്താക്കൾക്കിടയിലും ഉള്ളത്. ഈ മാഫിയ സംഘങ്ങളുടെ യഥാർത്ഥത്തിലുള്ള തലവനാണ്, കിരീടം വയ്ക്കാത്ത രാജാവാണ് ഈ കുമാർ എന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു സന്ദീപ് രാജാക്കാട്. നമ്മൾ നടത്തിയ ഇടപെടലിൽ ഫലം വന്നിരിക്കുന്നു. പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. പ്രാഥമിക റിപ്പോർട്ട് ഇതിപ്പോൾ CI SPക്ക് കൈമാറുകയും ചെയ്യും.